ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2023 LDC പ്രിലിമിനറി എക്സാമിന് ചോദിച്ച കണക്കിലെ ചോദ്യങ്ങൾ മുൻകാല ചോദ്യങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. നമുക്ക് ഈ ചോദ്യവും ഉത്തരവും വേഗത്തിൽ ഒന്ന് നോക്കാം. ആദ്യ ചോദ്യം, 16ൽ 1ൻ്റെ 3/2 മടങ്ങ് എത്ര? അപ്പോൾ ഒരു ഭിന്നസംഖ്യ രൂപത്തിൽ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതൊന്ന് ഒഴിവാക്കാൻ സാധാരണ ഒരു നമ്പറായിട്ടൊന്ന് ചിന്തിക്കുക. അതായത് 16ൽ 1ൻ്റെ 2 മടങ്ങ് എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 16ൽ 1 ഇൻറ്റു 2 ചെയ്യും. അപ്പോൾ അതുപോലെ എന്ത് ചെയ്താൽ മതി? 1/16 ഇൻറ്റു 2/3 ചെയ്താൽ മതി. 8 പ്രാവശ്യം 3 8 24 ആൻസർ കിട്ടും. 1/24 ആൻസർ വരും. എന്താണ്? ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 3 6 2 ഈ സംഖ്യകളുടെ ലസാഗു എത്ര? അപ്പോൾ LCM നോക്കുമ്പോൾ തന്നിട്ടുള്ളവയിൽ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക, 6. ഈ 6ൽ ബാക്കിയുള്ള സംഖ്യകൾ ഘടകങ്ങളാണോ എന്ന് നോക്കുക. 3 6ൽ 2 പ്രാവശ്യമുണ്ട്, 2 3 പ്രാവശ്യമുണ്ട്. എങ്കിൽ അതിൻ്റെ LCM എന്തായിരിക്കും? ലസാഗു 6. അല്ലെങ്കിൽ നമുക്ക് ക്രിയാരൂപത്തിലും ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത്? തന്നിട്ടുള്ള സംഖ്യകൾ അതുപോലെ എടുത്തെഴുതുക. 3 6 2 ഒന്ന് ഫാക്ടറൈസ് ചെയ്യുക. 3 കൊണ്ട് എഴുതുന്നു. 1 പ്രാവശ്യം 2 പ്രാവശ്യം 2 പ്രാവശ്യം 1 1 1. ഈ സൈഡ് കിട്ടിയതിന് ഒന്ന് ഗുണിച്ച് എടുത്താൽ മതി. 2 × 3 6 ആൻസർ ലഭിക്കും. 6 ആൻസർ വരും. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഒരു ക്യാമ്പിലെ 30 പേരുടെ ശരാശരി ഭാരം 45 കിലോഗ്രാം ആണ്. ഒരാൾ കൂടി ക്യാമ്പിലേക്ക് വന്നപ്പോൾ ശരാശരി 42 കിലോഗ്രാം ആയി. പുതുതായി വന്ന ആളുടെ ഭാരം എത്ര? അപ്പോൾ ഇങ്ങനെ ഒരു കണക്ക് കണ്ടു കഴിഞ്ഞാൽ പുതിയ ശരാശരി കാണാനുള്ള ഇക്വേഷൻ, പുതിയ ശരാശരി പ്ലസ്, അതായത് ശരാശരി 42 ആയി. പുതിയ ശരാശരി പ്ലസ് ഓർ മൈനസ് പഴയ ആൾക്കാരുടെ എണ്ണം 30 ഇൻറ്റു ശരാശരിയുടെ വ്യത്യാസം 45 ആയിരുന്നത് എത്രയായി? 42 ആയി. അപ്പോൾ 3 കുറഞ്ഞു. അപ്പോൾ 3 കുറഞ്ഞാൽ ഇവിടുത്തെ മൈനസിനാണ് പ്രാധാന്യം. അപ്പോൾ 42 മൈനസ് 30 ഇൻറ്റു 3 അത് ചെയ്യുമ്പോൾ 90 കിട്ടും. അതായത് 42 മൈനസ് 90. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 48 കിട്ടുന്നത്. മൈനസ് 48. പക്ഷേ ഇവിടെ മൈനസ് നമ്മൾ കണക്കാക്കുന്നില്ല. 48. അപ്പോൾ പുതുതായി വന്ന ആളുടെ ഭാരം എന്താണ്? 48. വേറെ ഒന്നുമില്ല. പുതിയ ശരാശരി പ്ലസ് ഓർ മൈനസ് പഴയ ആൾക്കാരുടെ എണ്ണം ഇൻറ്റു ശരാശരി വ്യത്യാസം. ഇവിടെ ശരാശരി കുറഞ്ഞത് കൊണ്ടാണ് നമ്മളിവിടെ മൈനസ് എടുത്തത്. ശരാശരി കൂടുതൽ ആയിരുന്നെങ്കിൽ പ്ലസ് എടുത്തേനെ. അടുത്ത ചോദ്യം, 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബിൻ്റെ ദശാംശ രൂപം എഴുതുക. അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് 1/2 കോമൺ ആയിട്ട് വെളിയിലെടുക്കുന്നു. അത് എടുത്തു കഴിഞ്ഞാൽ 1 ഉണ്ടാവും. 1 പ്ലസ് അടുത്ത് 1/2 പ്ലസ് 1/4. 1/2 കോമൺ ആയിട്ട് ഇതിൽ നിന്ന് വെളിയിൽ എടുത്തു. വീണ്ടും ചെയ്യുന്നു. 1/2 ഇൻറ്റു ഇവിടെ LCM എത്രയാണ്? 2 4 8. 8 പ്രാവശ്യം 8 ഇൻറ്റു 8ൽ 1 8 പ്രാവശ്യം, അതേ ഇൻറ്റു 1 8 പ്ലസ് 8ൽ 2 4 പ്രാവശ്യം, ആ 4 ഇൻറ്റു 1 4 പ്ലസ് 8ൽ 4 2 പ്രാവശ്യം, ആ 2 ഇൻറ്റു 1 2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1/2 ഇൻറ്റു 8 2 10 14 14/8.
അപ്പോൾ 1/2 7, 7/8 എന്ന് കിട്ടും. ഇനി 7/8 ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് എടുത്താൽ മതി. 7/8 0.70, 8 പ്രാവശ്യം 64 ശിഷ്ടം വരിക 6, വീണ്ടും ഒരു 0 കൊടുത്തു, 7 പ്രാവശ്യം 7 8 56. അപ്പോൾ 0.87 റേഞ്ചിൽ വരും. അപ്പോൾ ഇവിടെ നമ്മൾ 0.87 റേഞ്ചുള്ളത് ഒരെണ്ണമുണ്ട്. ഓപ്ഷൻ ബി നോക്കുക, 0.875 ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, 15 സെൻറ്റിമീറ്റർ നീളമുള്ള വര എ ബിയുടെ 2/3 ഭാഗം ആകുന്ന വിധത്തിൽ സി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എ സിയുടെ അരഭാഗം ആകുന്ന വിധത്തിൽ ഡി അടയാളപ്പെടുത്തിയാൽ എ ബിയുടെ എത്ര ഭാഗമാണ് ഡി? അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, ഒരു ലൈൻ വരയ്ക്കുക, തന്നിട്ടുള്ളത് അതുപോലെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. അതായത് 15 സെൻറ്റിമീറ്റർ നീളമുള്ള വര എ ബിയുടെ, അതായത് മൊത്തം 15 സെൻറ്റിമീറ്ററാണ്. 5 5 5 എ ബി 15. 3/2 ഭാഗം ആകുന്ന വിധത്തിൽ സി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 5, 3 × 5 15, 3/2 ഭാഗം 3/2 ഭാഗമാകുമ്പോൾ ഇവിടെ വരും, അതായത് 10 വരും. സി ഇവിടെയാണ്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സി 10 അവിടെ ഒന്ന് 3/2 ഭാഗം ആകുമ്പോൾ 10 വരുന്നത്. സി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എ സിയുടെ അരഭാഗം ആകുന്ന വിധത്തിൽ ഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എ സിയുടെ അരഭാഗത്തിൽ ഏതാണ്? ഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എ സി 10 ആണെങ്കിൽ ഡി 5 ആയിരിക്കും. എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? അതായത് മൊത്തം 15, അതിൽ എ ഡി 5. അപ്പോൾ 15-ൽ 5 എത്രയാണ്? 3/1 വരിക. ആൻസർ വരും ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, റൂട്ട് 1.4641 എത്ര? അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ക്രിയയൊന്നും ചെയ്യേണ്ട, കാരണം ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാനില്ല. കാരണം ഇവിടെ ഒരു പോയിൻറ്റിൻ്റെ കണക്കാണ് PSC ഉദ്ദേശിക്കുന്നത്. അതായത് റൂട്ട് 14,641, അത് ഈ 1.21, 12.1, 0.121 ഇത് കണ്ടോ? ഇതെല്ലാം ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെയ്യേണ്ടത്, റൂട്ട് കഴിഞ്ഞ് റൂട്ടിനകത്തൊരു സംഖ്യ പോയിൻ്റ് കഴിഞ്ഞ് 4 എണ്ണം വന്നു എങ്കിൽ അതിൻ്റെ റൂട്ട് എന്തായിരിക്കും? പോയിൻ്റ് കഴിഞ്ഞ് 4 വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ വരിക പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനം കാണും, പകുതി വരും എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ആൻസറിൽ 1.46, അപ്പോൾ എന്തായാലും ഈ 12 ഒന്നും വരത്തില്ല. 1 ആ റേഞ്ചിന് അടുത്തുള്ള സംഖ്യയെ വരത്തുള്ളൂ. പക്ഷേ പോയിൻ്റ് കഴിഞ്ഞ് 2 സംഖ്യ വേണം. അങ്ങനെയുള്ളത് ഏതാ ഇവിടെ കൊടുക്കുന്നത്? ഓപ്ഷൻ ബി 1.21. അപ്പോൾ ഇത് ആ ഒരു ലോജിക്കിൽ ഒന്ന് എടുക്കുക. അതായത് പോയിൻ്റ് കഴിഞ്ഞ് എത്ര സംഖ്യ വരുന്നു? 4. ഇപ്പോൾ ഇവിടെ ഒരു 2 സംഖ്യ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അതായത് എങ്കിൽ ഇങ്ങനെ ഒന്ന് മാറി വരുമായിരുന്നു. ഇവിടെ 1 വരും, പക്ഷേ ഉദ്ദേശിച്ചത് പോയിൻ്റ് കഴിഞ്ഞ് എത്രയാണോ അതിൻ്റെ പകുതി നമ്മുടെ ആൻസറിൽ കാണണം എന്ന് ഓർത്തിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ വലുത് ഏതാണ്? 10 ഉണ്ട്, 10.176, 10.2, 10.76. ഇതൊന്നുമില്ല, 10.76 തന്നെയാണ് വലുത്. 243-ന് എത്ര ഘടകങ്ങൾ ഉണ്ട്? അപ്പോൾ ഇത് എല്ലാവർക്കും തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ 243-നെ എങ്ങനെയൊക്കെ ഘടകങ്ങളാക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 243 ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് എടുക്കുക. 3 പ്രാവശ്യം ചെയ്യുന്നു. 8 3 24, 1. വീണ്ടും ഞാൻ 3 പ്രാവശ്യം ചെയ്യുന്നു. 2 3 6, 7 3 21. വീണ്ടും ഞാൻ 3 പ്രാവശ്യം ചെയ്യുന്നു. 9 3 27. വീണ്ടും 3 പ്രാവശ്യം. അപ്പോൾ ഇവിടെ ഈ നിലവിൽ എത്ര ഘടകങ്ങളുണ്ട്? 3 ഉണ്ട്, 9 ഉണ്ട്, 27 ഉണ്ട്, 81 ഉണ്ട്, 243 ഉണ്ട്. 1
2 3 4 5. അപ്പോൾ ഇവിടെ 5 കാണുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യില്ല. ഇവിടെ താഴെ ഒരു 1 കൂടി ഘടകങ്ങളാണ്. എല്ലാ സംഖ്യകളുടെയും ആ സംഖ്യയും 1 പൊതു ഘടകമാണ്. അത് തെറ്റിപ്പോകരുത്. അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര വരും? ആൻസർ വരും ഓപ്ഷൻ ഡി 6. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗം ഏത്? ഇപ്പോൾ പൂർണ്ണവർഗം ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ റൈസ് ടു ഒറ്റ സംഖ്യ വരുന്നത് പൂർണ്ണസംഖ്യ ആകത്തില്ല. പോയിൻ്റ്, അതായത് ഒറ്റ സംഖ്യ ഫാക്ടറി ആയിട്ട് വരുന്നത്, അതായത് ഇവിടെ റൈസ് ടു 3, റൈസ് ടു 5, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 3 സ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതിനൊന്നും ഏത് പൂർണ്ണവർഗം ഇല്ല. അതില്ലാത്തത് ഇരട്ട സംഖ്യ പോലെ കിടക്കുന്നത് 10⁻², അതായത് 900. അപ്പോൾ അത് നമുക്കറിയാം 30 വർഗം. അപ്പോൾ ആൻസർ വരും ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 120 km/മണിക്കൂർ വേഗത്തിലുള്ള വാഹനം 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? അപ്പോൾ ഇത് വേറെ ഒന്നും ചിന്തിക്കേണ്ട. അതായത് മണിക്കൂറിൽ 120 കിലോമീറ്റർ, 1 മണിക്കൂറിൽ 60 മിനിറ്റ്, 60 മിനിറ്റിൽ 120 കിലോമീറ്റർ. അങ്ങനെയെങ്കിൽ 1 മണിക്കൂറിൽ അത് 2 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. ആൻസർ വരും ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയുമുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.